തെറ്റ് തിരുത്തുന്നതിന് പകരം തമ്മിൽ തല്ലുക എന്നുള്ളൊരു സംഗതി കാണുന്നത് വലിയ കട്ടാണ്. ശക്തമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ശ്രീ ബാലഗോപാലിൻ്റെ അപേക്ഷ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞു കയറിയേ പറ്റില്ല, നമ്മൾ പ്രതിരോധിക്കണം, താങ്കൾ സംസാരിക്കണം എന്ന് പിണറായിയോട് അദ്ദേഹം പറയും നമ്മൾ കണ്ടു. എല്ലാവരും ഇവിടെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ രണ്ടാം നിര മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ളതായിരുന്നു ചോദ്യം. മറ്റാളുകളുണ്ട് എന്ന് കേരളത്തിലെ ജനങ്ങൾ പറഞ്ഞു. അതവിടെ നിൽക്കട്ടെ. അത് കഴിഞ്ഞ് ഇപ്പം പിണറായി അല്ലാതെ അടുത്തൊരു നിരയെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ, അവരെ മുന്നോട്ട് കൊണ്ടുവരുന്നതിൽ വീഴ്ചയുണ്ടായോ? തീർച്ചയായും. ഞാൻ ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ പറഞ്ഞ എല്ലാത്തിനോടും എനിക്ക് യോജിപ്പാണ്. കാരണം നമ്മൾ CPM-നെ വിമർശിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്ക് നിങ്ങളുടെ ആരുടെ ഉപദേശം വേണ്ട എന്ന് എൻ്റെ ചില CPM സുഹൃത്തുക്കൾ തമാശയായിട്ട് പരിഹസിച്ച് പറയാൻ. നമ്മൾ പറയുന്നത് നമ്മുടെ ജനാധിപത്യത്തിൻ്റെ അപകടാവസ്ഥയെ പറ്റിയാണ്. കാരണം ഞാൻ ആവർത്തിക്കുകയാണത്, ഭരണപക്ഷം പോലെ പ്രസക്തമാണ് പ്രതിപക്ഷം. ആ പ്രതിപക്ഷത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പാർട്ടിക്കകത്ത് ഈ തരത്തിലുള്ള ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ, അങ്ങനെയാണല്ലോ മാർസിൻ്റെ തിയറി, ആഭ്യന്തര വൈരുദ്ധ്യങ്ങൾ മൂർച്ഛിച്ച് തകരുന്നു എന്നാണ്. എല്ലാ സാമൂഹ്യ സ്ഥാപനങ്ങളും എല്ലാ തരത്തിലുള്ള പ്രവണതകൾക്കും അങ്ങനെ ഒരു സ്വഭാവമുണ്ട്, അത് ചരിത്രത്തിൻ്റെ സ്വഭാവമാണ് എന്നാണ് മാർസ് പറഞ്ഞത്. അപ്പോൾ ഇപ്പോൾ നിർഭാഗ്യവശാൽ തെറ്റ് തിരുത്തുന്നതിന് പകരം തമ്മിൽ തല്ലുക എന്നുള്ളൊരു സംഗതി കാണുന്നത് വലിയ കട്ടാണ്. കാരണം ഇത്രയൊക്കെ നമ്മുടെ ചരിത്രമായിട്ട് ബന്ധപ്പെട്ടൊരു പാർട്ടി, ഇപ്പോഴത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടി ഈ തരത്തിൽ ഒരു നാഥനില്ല കളരിയായിട്ട് തീരുക, അവിടെ രണ്ടാം തര നേതാക്കന്മാരാരുമില്ല, വേറൊരു പേരേ പറയാനില്ല എന്നൊക്കെ ഈ തരത്തിലാണ്. നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രം നോക്കിയാൽ, അതിപ്പോൾ റഷ്യയിലെ കഥയാണെങ്കിൽ എത്ര കാലമാണ് ലെനിൻ കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റാലിനാണ് വരുന്നത്. അപ്പോൾ അദ്ദേഹം മരിക്കുന്നവരെ അദ്ദേഹം തുടരുകയാണ്. അപ്പോൾ വേറൊരു നേതാവിൻ്റെ പേര് പറയാനില്ല എന്നത് സാധാരണഗതിയിൽ ആ പാർട്ടിക്കകത്ത് ഏതളവിലുള്ള ഏകാധിപത്യം നിലനിന്നിരുന്നു എന്നുള്ളതിൻ്റെ നമുക്കൊക്കെ അറിയുന്നൊരു കാര്യം. അതിനൊരു പുതിയ തെളിവായിട്ടാണ് അത് വരുന്നത്. ഇപ്പോൾ പ്രതിപക്ഷം ശക്തമല്ല എന്ന് ഞാൻ പറഞ്ഞതിനെ പറ്റി പരാതി കേട്ടു. പ്രതിപക്ഷ നേതാവിനോട് തൊട്ടടുത്തിരിക്കുന്ന മുൻ മന്ത്രി ശ്രീ ബാലഗോപാൽ പറയുകയാണല്ലോ പ്രതിപക്ഷ നേതാവ് അതിലും പറയണം. അതിപ്പോൾ നമ്മൾ കണ്ടൊരു രംഗമാണ്. അപ്പോൾ ശക്തമല്ല എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ശ്രീ ബാലഗോപാലിൻ്റെ അപേക്ഷ തന്നെയാണ്. ഇങ്ങനെ പറഞ്ഞു കയറിയേ പറ്റില്ല, നമ്മൾ പ്രതിരോധിക്കണം, താങ്കൾ സംസാരിക്കണം എന്ന് പിണറായിയോട് അദ്ദേഹം പറയും നമ്മൾ കണ്ടു. അപ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ, പ്രത്യേകിച്ച് ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ദേശീയതയിലൊക്കെ വിശ്വാസമുള്ള പുരോഗമന സ്വഭാവമുള്ള പാർട്ടികൾ അപ്പുറപ്പുറമായിട്ട് നിലനിൽക്കുകയാണ് വേണ്ടത്. അപ്പോൾ CPM-നകത്തെ ഇത്തരം തർക്കങ്ങളെപ്പറ്റി ഞാനത് ആവർത്തിക്കുകയാണ്. ഞാൻ അതിനെപ്പറ്റി ഒട്ടും സന്തുഷ്ടനല്ല. അത് അവർ തമ്മിൽ പറഞ്ഞ് തീർക്കേണ്ടതാണ്. അത് തീർത്തില്ലെങ്കിൽ ഞാൻ ഒരിക്കലൂടെ ആവർത്തിക്കുകയാണ്, അതിൻ്റെ ഗുണഭോക്താവായിട്ട് കേരളത്തിലുള്ളത് BJP ആണ് എന്ന് നമ്മളെല്ലാവരും, അത് പൊതുശത്രുവാണല്ലോ, ഇന്ത്യ ബ്ലോക്കിൻ്റെ ശത്രു എന്ന് പറയുന്നത് BJP ആണല്ലോ. ആ കാര്യങ്ങൾ നമ്മളിതിനെപ്പറ്റി വിമർശിക്കുമ്പോഴും അത് അപഗ്രഥിക്കുമ്പോഴൊക്കെ ഓർത്തിരിക്കുന്നത് നന്നായിരിക്കും എന്നാണ് എൻ്റെ അഭിപ്രായം.